മെസ്സിയെ എത്തിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിൽ റിപ്പോർട്ടർ ചാനലിനെ വലിച്ചുകീറി ഒട്ടിക്കുകയാണ് നടനും സംവിധായകനുമായ ജോയ് മാത്യു. ഇതിനു മുമ്പ് പല കേസുകളിലും റിപ്പോർട്ടർ ചാനൽ LDFനെ വെള്ളപൂശാൻ ഇറങ്ങിയപ്പോൾ ജോയ് മാത്യു കണക്കിന് കൊടുത്തിരുന്നു. കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവികളെ പൊക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ വീണ്ടും പരിഹാസവുമായി ജോയ് മാത്യു രംഗത്ത് വന്നിരിക്കുകയാണ്. വയനാട് മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് രൂക്ഷ പരിഹാസവുമായി ജോയ് മാത്യു രംഗത്ത് വന്നത്. പറിക്കാൻ മാങ്ങ, മുറിക്കാൻ മരം, കളിക്കാൻ മെസ്സി, പറ്റിക്കാൻ മലയാളി എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. പിക്കപ്പ് ലൈൻ മാതൃകയിലുള്ള പോസ്റ്റിലൂടെയാണ് ജോയ് മാത്യു തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെയും ടീമിനെയും കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ദുരൂഹത നിലനിൽക്കെ സ്പോൺസർ കമ്പനിയെയും സംഭവ വികാസങ്ങളെ ലക്ഷ്യമിട്ടാണ് ജോയ് മാത്യുവിന്റെ ഈ പ്രതികരണം എന്ന് കാണാം. സ്പോൺസർമാർ പ്രതികളായ മുട്ടിൽ മരമുറി കേസ് കൂടി ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന അവകാശവാദത്തിന് പിന്നിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്ന കായിക വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പരിഹാസം വന്നത്. മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ആരുമായും ഔദ്യോഗിക കരാറിൽ ഏർപ്പെട്ടതിന്റെ രേഖകൾ നിലവിലില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്പോൺസർമാരായ റിപ്പോർട്ടർ പോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും സർക്കാരും തമ്മിൽ യാതൊരു കരാറുമില്ലെന്നും ഇത്തരം നീക്കങ്ങൾക്ക് നിയമസാധ്യതയില്ലെന്നും കായിക വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയിരുന്നു. എന്നാൽ കേസിൽ മറ്റൊരു പ്രതിയായ റോജി അഗസ്റ്റിൻ ഹാജരായിട്ടില്ല. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് മജിസ്ട്രേറ്റ് കോടതി നടപടി ഘടിപ്പിച്ചത്. വനം വകുപ്പ് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയനാട്ടിൽ നിന്നും അനധികൃതമായി ഈട്ടി മരം മുറിച്ചു കടത്തി എറണാകുളം അമ്പലമേട്ടിലുള്ള ടിംബർ മില്ലിന് വിറ്റെന്നാണ് കേസ്. തങ്ങളെ കബളിപ്പിച്ചെന്ന് വിശ്വാസവഞ്ചന നടത്തിയെന്നും കാട്ടി ടിംബർ മിൽ ഉടമ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മരം മുറിച്ചു കടത്താൻ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്ന് വാദിച്ച് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളപ്പെടുകയായിരുന്നു. തുടർന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാത്തതിനെ തുടർന്ന് ഇപ്പോൾ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇതിനിടെയാണ് മെസ്സി കേസും തലപൊക്കിയത്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന മുൻ LDF സർക്കാരിന്റെയും റിപ്പോർട്ടർ ചാനൽ MD ആൻഡോ അഗസ്റ്റിന്റെയും വാദത്തിനും അതിനു പിന്നിലെ സാമ്പത്തിക ഇടപാടുകളും കൂടുതൽ അന്വേഷണം വേണമെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരും സ്പോൺസറും ചേർന്ന് തട്ടിപ്പ് നടത്തിയോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ കേസിൽ സർക്കാർ അന്വേഷണം ആരംഭിച്ചെന്ന നിർണായക വിവരം മന്ത്രി കൈമാറിയത്. വിഷയത്തിൽ കായിക വകുപ്പ് തയ്യാറാക്കിയ സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയതാണെന്നും കൂടുതൽ സർക്കാർ തലത്തിൽ വിശദമായ ചർച്ച നടത്തിയ ശേഷം പറയാമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. ചില വിഷയങ്ങൾ കൂടുതൽ അന്വേഷണം വേണമെന്നും ബോധ്യമായിട്ടുണ്ട്. രാജ്യത്തെയും സംസ്ഥാനത്തെയും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഏതൊരു പ്രമുഖ താരത്തിനും ഇവിടെ കളിക്കാനാകൂ. മുൻ നടപടികൾ സർക്കാർ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ജനീഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കായിക മന്ത്രിക്ക് വന്ന ഒരു ഇമെയിലിൽ നിന്നാണ് മെസ്സി വരുന്ന ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ ഇത്തരത്തിലാണോ ഒരു സർക്കാർ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരുന്നത് എന്നതിൽ UDF സർക്കാർ ചില സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ സംശയവും അന്വേഷണ പരിധിയിൽ വരുമ്പോൾ മുട്ടിൽ മരമുറി കേസും മെസ്സി തട്ടിപ്പും ചേർന്ന് റിപ്പോർട്ടർ ചാനലിന് വലിയ പണിയാകാൻ കാത്തിരിക്കുകയാണ്.